ഹലോ എവരി വൺ, എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അക്കാഡമിക് PSCയിലേക്ക് വീണ്ടും ഹർദ്ദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. ഇപ്പോൾ നമ്മൾ കുറച്ചധികം തിരക്കുകളെല്ലാം കഴിഞ്ഞ്, ഡിഗ്രി പ്രിലിംസിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് മെയിൻസിന്റെ പ്രിപ്പറേഷന്റെ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ പതുക്കെ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ജൂൺ 14 മുതൽ നമ്മളുടെ മെയിൻസിന്റെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, മെയിൻസ് പ്രിപ്പറേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ സ്റ്റഡി പ്ലാനുമായി എങ്ങനെ അതിനെ ബന്ധിപ്പിക്കാം എന്നുള്ള ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വരികയാണ്. അതിനോടൊപ്പം ചില ചോദ്യങ്ങൾ എടുത്ത് തന്നിട്ട് നിങ്ങൾക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതി, ഇവ മൂന്നും കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ദാറ്റ് 14 നമ്മുടെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, ഒരു ക്രൊണോളജിക്കൽ ആയിട്ട് ഒരു ഓർഡറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം, നിങ്ങൾക്കത് പഠിച്ചു പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ വീക്ക്ലി സ്റ്റഡി പ്ലാനുകളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്താണ് എന്നായിരിക്കും ആദ്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തെല്ലാമാണ് ലഭ്യമാക്കുക എന്നുള്ള കാര്യം പറയും. സ്റ്റഡി പ്ലാൻ ത്രൂ ഔട്ട് എന്ത് ലഭിക്കുമെന്നും ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തെല്ലാം ആയിരിക്കും ലഭിക്കുക എന്ന കാര്യം ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ഒരു എന്താ പറയുക, മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരുപക്ഷെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ അതിനെ ഒന്ന് ഓവർലുക്ക് ചെയ്ത് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഇത്തവണത്തെ മെയിൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ വീക്ക്ലി സ്റ്റഡി പ്ലാനിന്റെ സ്ട്രക്ചർ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് എവിടേക്ക് പോവാം, ചില ചോദ്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്തെല്ലാമാണ് ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഏറ്റവും അവസാനം പറയും. കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും അവസാനം കേട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നമ്മളോടൊപ്പം കൂടണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ജൂൺ 14 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത് എന്ന് പറയുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, ഓക്കെ, നമ്മളുടെ അപ്ഡേറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്കാഡമിക് PSC എന്നാണ് നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ പേര്. നമ്മൾ അതിന്റെ ടെലിഗ്രാം ചാനലിന്റെ ബന്ധപ്പെട്ട ലിങ്കും അതുപോലെ തന്നെ കോഴ്സ് ബന്ധപ്പെട്ട ലിങ്കും ഒക്കെ നമ്മൾ താഴെ ഫസ്റ്റ് കമന്റിൽ നമ്മൾ പിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം. കോൺടാക്ട് ചെയ്താൽ സംശയങ്ങൾക്ക് തീർത്തു തരുന്നതായിരിക്കും. മറ്റു കാര്യങ്ങൾ ചെയ്യാം. ഇന്നൊരു കാര്യം പ്രത്യേകം പറയട്ടെ, ഈ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്ന സ്റ്റഡി പ്ലാനിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയലുകളിൽ എക്സാമുകളിലൊക്കെ ഒരു വിശ്വാസം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അധികം വൈകിക്കാതെ തന്നെ എന്ത് ചെയ്യുക, നമ്മളൊപ്പം കൂടാൻ ശ്രമിക്കുക. ജൂൺ 14 പലപ്പോഴും സ്റ്റഡി പ്ലാൻ ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇടയ്ക്ക് പുറത്തേക്ക് ചില എക്സാമുകളോ അല്ലെങ്കിൽ ചില ക്ലാസ്സുകളും മെറ്റീരിയലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്തായിരിക്കും കുട്ടികൾ അയ്യോ നേരത്തെ ചേരാമായിരുന്നു എന്നൊരു തോട്ട് പലപ്പോഴും വരാറുള്ളത്. അങ്ങനെ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളൊപ്പം കൂടാം. സ്റ്റഡി പ്ലാൻ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, നന്നായിട്ട് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് അങ്ങ് പഠിച്ച് നമുക്ക് പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആദ്യ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തായിരിക്കും സ്റ്റഡി പ്ലാൻ? കഴിഞ്ഞ തവണ ഞാൻ ഏതാണ്ട് പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റഡി പ്ലാനിന്റെ സ്ട്രക്ചർ എന്ന്. നമ്മൾ ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞു 14 ഞായറാഴ്ച നിങ്ങൾക്ക് എന്ത് തരും, ഞായറാഴ്ച വൈകുന്നേരം നിങ്ങൾക്ക് ആദ്യ ഒരു വീക്കിന്റെ ഫസ്റ്റ് വീക്കിന്റെ വീക്ക് 1 അല്ലെ, വീക്ക് 1ന്റെ എന്ത് തരുന്നതായിരിക്കും, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ തരുന്നത്. വീക്ക്ലി ആണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15 തിങ്കളാഴ്ച ഡേ 1 പഠിക്കേണ്ട കാര്യം, ഇത് ഞാനൊരു ഉദാഹരണം പറയുകയാണ് കേട്ടോ. ടൈം ടേബിൾ വിൽ ബി ഡിഫറെന്റ്. ഞാൻ പറഞ്ഞിരുന്നു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ്, സ്റ്റഡി പ്ലാൻ ആണ്. നമ്മളോടൊപ്പം കൂടുന്ന കുട്ടികൾക്കായിട്ട് നമ്മൾ വളരെ കണിശമായി തയ്യാറാക്കുന്ന സ്പെഷ്യൽ മെറ്റീരിയലോട് കൂടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റുകളോടൊക്കെ കൂടിയുള്ള സ്റ്റഡി പ്ലാൻ ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു ഉദാഹരണം പറയുകയാണ്, എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് പറഞ്ഞു തരികയാണ്. 15 പഠിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന ഭാഗമാണ് അന്ന് പഠിക്കാൻ തരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനോടൊപ്പം തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യും, ഒരു കോളം കൂടി ഉണ്ടാകും, വേർ ദർ വിൽ ബി സർട്ടൻ ഹോട്ട് ടോപ്പിക്സ്. ഇപ്പൊ പ്ലാസി ബുക്സർ വാറുകൾ, അതുപോലെ തന്നെ ആംഗ്ലോ മറാത്ത വാർസ്, കർണാട്ടിക് വാർസ്, ആംഗ്ലോ മൈസൂർ വാർസ്, ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ തന്നാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന തരത്തിൽ വരികയാണെങ്കിൽ അത് എവിടെ നിങ്ങൾക്ക് ഓൾറെഡി തരും. സ്പെഷ്യൽ മെറ്റീരിയലുകളായിട്ടും ക്ലാസ് മെറ്റീരിയൽസിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, അത്തരം കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. കവർ ചെയ്യാത്ത കാര്യങ്ങൾ ക്ലാസ്സുകളായിട്ടും മെറ്റീരിയലുകളായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് എന്ത് ചെയ്യും, എത്തുകയും ചെയ്യും. ഇത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കണം. 15 നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് ആദ്യമേ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അറിയും. ഓക്കെ, 15, 16 ഓരോ ദിവസങ്ങളിൽ എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു അത്യാവശ്യമായിട്ടൊരു ദിവസം നിങ്ങൾക്ക് ഓഫ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരാഴ്ചത്തെ ടൈം ടേബിൾ നിങ്ങളുടെ കയ്യിലുള്ളത് കാരണം നിങ്ങൾക്ക് അത് ദിവസങ്ങൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സാധിക്കും. ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ,
ഓരോ ദിവസമുള്ള കാര്യങ്ങളും അന്നന്ന് തന്നെ പഠിച്ചു തീർക്കുക. ഓക്കെ, ഒരു ദിവസം വരുന്നുണ്ടല്ലോ, ഞായറാഴ്ച രാവിലെ കുറച്ചിരുന്ന് പഠിക്കാം, ശനിയാഴ്ച വൈകുന്നേരം കുറച്ചിരുന്ന് പഠിക്കാം, ഇങ്ങനെ വിചാരിച്ചിരിക്കരുത്. അതാത് ദിവസങ്ങളിലെ കാര്യം അതാത് ദിവസം പഠിച്ച് അവസാനിപ്പിക്കാൻ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അത് എളുപ്പമല്ല, ആ കൺസിസ്റ്റൻസിയാണ്, ആ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ദിവസം തിരിച്ചെന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ നിങ്ങളിലേക്ക് തരുന്നത്. അത് ഫോളോ ചെയ്ത് പാലിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇനി അടുത്ത ദിവസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ റിട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 21 and 19 സ്ഥിരമായി ചോദ്യം വരണം അല്ലെ. ആർട്ടിക്കിൾ 19 ഇപ്പോൾ എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ഏത്, സ്ഥിരം ചോദ്യം വരാറുള്ളതാണ്. ഫ്രീഡം ഓഫ് റിലീജിയനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്ത് എന്ത് ചെയ്യും, നിങ്ങളോട് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും. മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, ആ ഭാഗങ്ങൾ പറയും. ഇനി 6 ദിവസങ്ങൾ കഴിയുന്നു. 6 ദിവസങ്ങൾക്കപ്പുറം 21-ാം തീയതി ഡേ 7 എന്ത് വരും, ആദ്യ ടെസ്റ്റ് 1 നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ആ ടെസ്റ്റ് 1-ൽ നിങ്ങൾക്ക് ഈ ആഴ്ച പഠിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ വളരെ കൃത്യമായി കണിശമായിട്ട് എന്താണ് ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ അതിലുണ്ടാകും. PSC മോഡൽ, PSC UPSC മിക്സ്ഡ് ഒരു മോഡൽ. അത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ മെയിൻസിൽ നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളാണ് വരിക. അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ആ ടെസ്റ്റുകളിൽ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത്. വളരെ നീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും നിങ്ങൾക്ക് അതിനോട് കൂടെ എന്ത് ചെയ്യും, PDF അവസാനമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. ഇതായിരിക്കും സ്ട്രക്ചർ. നോക്കൂ, കോംപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷെ എന്താണ് ഇത് വളരെ കൃത്യമായി, ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ കണിശമായ എന്ന വാക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണ്, ആ ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട്, ആ ഒരു കൺസിസ്റ്റൻസിയോട് കൂടി നിങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ തരുന്നത് പഠിച്ചൊപ്പം വരികയാണെങ്കിൽ, പരീക്ഷ എഴുതുകയാണെങ്കിൽ, ഞാൻ ഉറപ്പ് തരാൻ കുട്ടികളെ, നിങ്ങൾ ബൈ ദ ഫൈനൽ ടൈം 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഞങ്ങൾ തരുന്നത്. 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് തരുന്നത്. അവസാനത്തെ 5 ദിവസവും ടെസ്റ്റുകളാണ്, അവസാനത്തെ 5 ദിവസവും ഫുൾ ടെസ്റ്റുകളാണ് തരിക. മനസ്സിലാവുന്നുണ്ടോ? പിന്നെയുള്ള ബാക്കി എത്രയാണ്, 70 ദിവസം. ഈ 70 ദിവസം 10 ആഴ്ചകളാണ് അല്ലെ. ഈ 10 ആഴ്ചകൾ കൊണ്ട് നമ്മൾ എന്താണ്, സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഒരു ദിവസവും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വിട്ട് കളയാൻ പറ്റില്ല. കല്യാണമോ മറ്റ് ട്രിപ്പുകളോ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചോളൂ. ഈ ഒരു യാത്ര നിങ്ങളുടെ എന്ത് തന്നെ മാറ്റിമറിക്കാൻ ചിലപ്പോൾ പര്യാപ്തമായിരിക്കും. നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു അധ്വാനമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നടത്തുന്നത്. അത് പ്രത്യേകം ആലോചിക്കാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ജനറൽ ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്റ്റഡി പ്ലാനോടൊപ്പം ചില സ്റ്റഡി മെറ്റീരിയൽസ് എക്സ്ട്രാ അവൈലബിൾ ആക്കും. ഇപ്പൊ നമ്മളുടെ ക്ലാസ് മെറ്റീരിയലുകളിൽ കവറായി പോവാത്തതായിട്ടുള്ള ചില ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നതായിട്ട് ചില ഭാഗങ്ങളായിരിക്കാം. അതിന്റെ സ്റ്റഡി മെറ്റീരിയലുകളായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ ചേരുന്ന കുട്ടികൾക്കാണ് ഇപ്രാവശ്യം ഫ്രീ സ്റ്റഡി പ്ലാൻ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ആളുകൾക്ക് ഈ ഒരു എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയലുകൾ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട്, നമ്മുടെ ടാർഗറ്റ് GK സെക്കൻഡ് എന്താ പറയുക സ്റ്റേജ് ഓഫ് ഡിഗ്രി പ്രിലിംസിനോട് നമ്മൾ ടാർഗറ്റ് GK എന്ന് പറഞ്ഞ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. 3rd സ്റ്റേജിലേക്ക് ഒരു മിനി സ്റ്റഡി പ്ലാൻ തന്നെ തന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെറ്റീരിയൽസ് ഉൾപ്പെടെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയും നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് റെസ്പോൺസുകൾ കിട്ടി. ആ ഒരു ധൈര്യം കൂടിയാണ് ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വെക്കാനായിട്ട് ഞങ്ങൾക്കും എന്ത് ചെയ്യുന്നത്, ധൈര്യം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയലുകൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്ത് തരും. അതിന്റെ എക്സാമ്പിൾസ് കാണണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ, ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ്, ഏത് സ്റ്റാൻഡേർഡിലാണ് തരുന്നത് നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, വി ഓൺലി ഹാവ് വെരി ഫ്യൂ ഡേയ്സ്, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റഡി പ്ലാനിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകൾ ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളും പ്രിപ്പയർ ആവേണ്ടതുണ്ട്. വെറുതെ ഓക്കെ തിങ്കളാഴ്ച വന്നിട്ട് അങ്ങ് തുടങ്ങിക്കളയാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ ഓൾറെഡി അതിന്റെ ഒരു ഐഡിയ വേണം. ഏതൊക്കെ ഭാഗം നിങ്ങൾക്ക് അറിയാം, ഏതൊക്കെ ഭാഗത്തിൽ നിങ്ങൾ സ്ട്രോങ് ആണ്, വീക്ക് ആണ് എന്ന് അറിയേണ്ടതുണ്ട്. ഇത് ഞാൻ 3rd സ്റ്റേജ് നടക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഓരോ സിലബസ് എടുത്ത് വായിച്ചു നോക്കുക. ഈ ഭാഗം ഞാൻ വീക്കാണ്, അത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അറ്റൻഷൻ കൊടുക്കണം. ഒരു ഭാഗം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അറിയാം, ആ ഭാഗം ടൈം ടേബിളിൽ വരുന്ന ദിവസം എന്ത് ചെയ്യുക, അത് വേഗം ഒരു മണിക്കൂറിൽ വായിച്ചു തീർത്ത് മറ്റു ഭാഗങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അത് മനസ്സിലാക്കുക. ദെൻ യു നീഡ് കൺസെപ്ച്വൽ ക്ലാരിറ്റി. കഴിഞ്ഞ മെയിൻസിന്റെ ചോദ്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഒരു 3 ചോദ്യങ്ങൾ ഞാൻ വെറുതെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ ഗസ് വർക്ക് നടത്താൻ പറ്റും. പക്ഷെ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവശ്യമാണ്, യു നീഡ് കൺസെപ്ച്വൽ ക്ലാരിറ്റി. എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ, ഒരു ഇന്റലിജന്റ് ഗസ്സിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ പിന്നെ 3R ഫോർമുല എന്ന് പറഞ്ഞിട്ട് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൊട്ടിക്കാനുള്ള പടക്കം നിങ്ങളുടെ കയ്യിൽ വേണം. ഈ പടക്കം നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. മനസ്സിലാവുന്നുണ്ട്? ഈ പൊട്ടിച്ച് കയറാനുള്ള പടക്കം എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കേണ്ടതുണ്ട്. സോ കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്
ഇതെല്ലാം എലിമിനേഷൻ ആകട്ടെ, ഗസ് വർക്ക് ആകട്ടെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത് നിങ്ങളെ വളരെ കൃത്യമായിട്ട് സഹായിക്കാനായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുള്ള ആളുകൾ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത്. നോക്കൂ, ഈ ഒരു ചോദ്യം നോക്കൂ, സിമ്പിൾ എലിമിനേഷൻ ആണ് അല്ലെ, നിങ്ങൾ ഓൾറെഡി പലരും കണ്ടിട്ടുണ്ടാകും. എന്താ ചോദിച്ചിരിക്കുന്നത്, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അല്ലെ, ഒരു അസേർഷനും തന്നിട്ടുണ്ട്, ഒരു റീസണും തന്നിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്, 6th April 1930 ഗാന്ധിജി ഡിഫൈൻഡ് ദ സോൾട്ട് ലോസ് അറ്റ് ദണ്ഡി എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോൾട്ട് ലോസ് എന്ത് ചെയ്യുകയാണ്, ഗാന്ധിജി എന്ത് ചെയ്യുകയാണ്, ഡിഫൈഡ് സാൾട്ട് ലോസ് അറ്റ് ദണ്ഡി എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദ ദണ്ഡി മാർച്ച് ഓഫ് ഗാന്ധിജി വാസ് എ റിസൾട്ട് ഓഫ് ഗാന്ധി ഇർവിൻ പാക്ട്. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിച്ച് ഉപ്പ് സത്യാഗ്രഹവും മറ്റും കഴിഞ്ഞ് ഇനി റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ത് ചെയ്തു, നടത്തി ബ്രിട്ടീഷുകാർ വിത്തൗട്ട് കോൺഗ്രസ്. അതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് 2ലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കാൻ തീരുമാനിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഓക്കെ ഞങ്ങൾ പങ്കെടുക്കാം, താൽക്കാലികമായിട്ട് സമരം നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന പാക്ട് ആണ് ഗാന്ധി ഇർവിൻ പാക്ട്. അപ്പോൾ ദണ്ഡി മാർച്ചിന്റെ സമയത്ത് ദണ്ഡി മാർച്ച് ഓഫ് ഗാന്ധിജി വാസ് എ റിസൾട്ട് ഓഫ് ദിസ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിന്റെ അർത്ഥം എന്താ, റീസൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അത് തെറ്റാണ്. അപ്പൊ റീസൺ തെറ്റാണ്. ഇത് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു അല്ലെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു, ഒരു 10 സെക്കൻഡ് മാക്സിമം എടുക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നത്, റീസണിങ് ഈസ് ട്രൂ. അപ്പൊ ഇതല്ല. റീസണിങ് ഈസ് ട്രൂ, ഇതുമല്ല. റീസണിങ് ഈസ് ട്രൂ, ഇതുമല്ല. റീസണിങ് ഈസ് ഫാൾസ് എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. സി ആൻസർ ചെയ്തങ്ങ് പോവാൻ പറ്റും. നിങ്ങൾ ഓരോന്നും കയറി വായിച്ച് കൺഫ്യൂസ് ചെയ്ത് ഇങ്ങനെയാണോ, എ ഈസ് ട്രൂ, എന്താ പറയാ, എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ, ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ, ഇങ്ങനെ കിടന്ന് കറങ്ങേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷെ എന്തറിയണം നിങ്ങൾക്ക്, ആ ക്രോണോളജി, ഇത് വലിയൊരു ക്രോണോളജി ആണോ? അല്ല, ബേസിക് കൺസെപ്റ്റ്. നിങ്ങൾക്ക് കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടോ? ഗാന്ധി ഇർവിൻ പാക്ട് ഇന്നൊരു സംഭവമായിരുന്നു, ഉപ്പ് സത്യാഗ്രഹം ഇന്നൊരു സംഭവമായിരുന്നു, ഇതറിയണോ? അല്ലാണ്ട് ഈ ഡേറ്റ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ആവശ്യമേ ഈ ചോദ്യം സംബന്ധിച്ചില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, കഥകൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയണം. യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ സ്ട്രക്ചർ. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഇതെന്താണ്, ചേരുമ്പടി ചേർക്കാം. ഇവിടെ 5 ഫാക്ടുകൾ ഉണ്ട് അല്ലെ, നിങ്ങൾ 5 ഫാക്ടുകൾ ബേസിക്കലി അറിയണം അല്ലെ. ABCDE 5, അതായത് കൃതി അറിയണം, എഴുതിയ ആൾ 5 പേര് അറിയണം. 5 പേര് അറിയണം, 5 പേര് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അവസാനത്ത് നോക്കിക്കേ, അവസാനം വേണം വെച്ച് അവസാനം കൊണ്ടിട്ടിരിക്കുന്നത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആരാണ് ഇവിടുത്തെ പോവർട്ടി അൺബ്രിട്ടീഷ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് അത് എന്ന് പറയുന്നത് ദാദാബായ് നവറോജിയുടേതാണ് എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഈയുടെ താഴെ 4 വരുന്നതേ ആൻസർ ആവുള്ളൂ എന്നറിയാം. അപ്പോൾ തന്നെ എയും ബിയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി ഏതാണുള്ളത്, സിയും ഡിയും ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പൊ എന്ത് ചെയ്തു, ഈ 4 ആണ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൽ നോക്കണ്ടാത്ത, ഇനി തിരിഞ്ഞു നോക്കണ്ടാത്ത എന്തെങ്കിലും ഒന്ന് കിട്ടുമോ? എന്താണ് നോക്കിക്കേ, CD 2 ഓപ്ഷനിലും എന്താണ്, A 2 ആണെന്നും B 5 ആണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പിന് നമ്മൾ എന്ത് വായിക്കാൻ പോകരുത്, നമ്മൾ ഇനി എയും ബിയും വായിക്കാൻ പോകരുത്. കാരണം ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എയും ബിയും എന്താണെന്ന് രണ്ടിലും ഒരുപോലെ, ഇനി അതിലേക്ക് വായിക്കാൻ പോകേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ എയും ബിയും എന്ത് ചെയ്തു, നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. എ എന്തായിരുന്നു, 2 ആണ്. അപ്പൊ ലാലാ ലജ്പത് റായ് നമ്മൾ വിട്ടു. 5 ബി എന്ന് പറഞ്ഞ ഏതാണ്, 5 ആണ്. അശ്വിനി കുമാർ ദത്തിനെ നമ്മൾ വിട്ടു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അതിലേക്ക് നമ്മൾ പോവുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി സി ഏതാണ്, ഡി. ഇത് രണ്ടും തമ്മിലുള്ള കളിയേ ഉള്ളൂ. നമ്മൾ ഇതൊന്നും വെട്ടാനൊന്നും നിൽക്കില്ല കേട്ടോ. നമ്മൾ എന്താണ് പിന്നെ സി എന്താണ്, നേരെ നമ്മൾ എവിടേക്ക് പോകും, സിയിലേക്കും ഡിയിലേക്കും പോവാണ് ചെയ്യുക. കർമ്മഭൂമി ദേവി ചൗധരണി നോക്കൂ, ദേവി ചൗധരണി. ഏതാണ് ദേവി ചൗധരണി എന്ന് പറയുന്നത്, ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെ. നമ്മൾ ഇൻഡിഗോ റിവോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതിയൊക്കെ നമുക്ക് അറിയാം അല്ലെ. ആനന്ദഭടൻ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ, ആരായിരുന്നു, ഒരു സ്ത്രീയെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എന്താണ് ഒരു കൃതി എഴുതി. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പില് അതിലെ ഒരു എന്താ പറയുന്നത്, പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയില്ലേ നമ്മൾ, അതാരാണ്, നായിക കഥാപാത്രമായിട്ട് ഒരു വനിതയാണ് നിൽക്കുന്നത്. ഇതിൽ മനസ്സിലാവുന്നുണ്ടോ? ഏതില്, ഈ ദേവി ചൗധരണിയിൽ. വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ 5 എണ്ണം അറിയേണ്ട ആവശ്യമില്ല.
രണ്ടെണ്ണമേ അറിയേണ്ട ആവശ്യമുള്ളൂ. 5 ഫാക്ട് അറിയേണ്ട ആവശ്യമില്ല. 2 ഫാക്ടിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 5 ഉത്തരത്തിന് കണ്ടുപിടിച്ച് എന്ത് ചെയ്യും? ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യും? അങ്ങ് പോവും. അതുകൊണ്ട് എന്തായി മാറും ആൻസർ? ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ദേവി ചൗധരിണി എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര D3 എന്ന് പറയുന്നത്, D എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നതായിരിക്കും ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതിന് എന്ത് വേണം? നമുക്ക് ആ കൺസെപ്റ്റ് അറിയണം. നമുക്ക് വളരെ കൃത്യമായിട്ട് ആ ഡേറ്റ ക്ലാരിറ്റിയും നമുക്ക് വേണം. സോ കൺസെപ്ച്വൽ ക്ലാരിറ്റിയും വേണം, ഡേറ്റ ക്ലാരിറ്റിയും. ഇത് അതുപോലെ തന്നെ ഏതാണ്? ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നിങ്ങൾക്ക് അറിയുമോ? അത് എന്താണെന്ന് അറിയുമോ എന്ന് പരിശോധിക്കുകയാണ്. അല്ലെ, എന്താണ് ബയോ കെമിക്കൽ ഓക്സിജൻ? നമുക്കറിയാം, യൂട്രോഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താണ്? നമ്മൾ ഈ വളങ്ങൾ ധാരാളമായി ഉപയോഗിച്ച് നൈട്രജൻ, ഫോസ്ഫറസ് പോലെയുള്ള എന്താ പറയുക ന്യൂട്രിയൻസിന്റെ റിച്ച് ആയിട്ടുള്ള രീതിയിൽ പാടങ്ങളിൽ നിന്ന് മറ്റു ഒഴുകി വന്നിട്ട് എങ്ങോട്ട് എത്തുകയാണ്? വളരെ കൃത്യമായിട്ട് പാടങ്ങളിലേക്ക് വരുന്നു, പാടങ്ങളിൽ വളം പ്രയോഗിക്കപ്പെടുന്നു, ആ വെള്ളം ഒഴുകിയിട്ട് എന്ത് ചെയ്തു? വീണ്ടും തോട്ടുകളിലേക്കും നദികളിലേക്കും പോകുന്നു. അത് ജലാശയങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഈ ന്യൂട്രിയൻ റിച്ച് ആയ തരം ധാരാളം സസ്യങ്ങൾ വളരും. ഈ സസ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അടിഞ്ഞു താഴെ പോകുമ്പോൾ അവയെ പ്രോസസ് ചെയ്തിട്ട് എന്താണ്? ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഒരുപാട് എന്ത് ചെയ്യും? ജീവികളുണ്ട്. ആ ജീവികൾ ഒരുപാട് ഓക്സിജൻ ഉപയോഗിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ വരും. ഈ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയുമോ എന്നാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നോക്കുന്നത്. അപ്പൊ ഇത് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി ആണ് ഓപ്ഷൻ. ദ വാട്ടർ കണ്ടെയ്ൻസ് എ ലാർജ് എമൗണ്ട് ഓഫ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് പൊല്യൂട്ടൻസ്. ഇതാണ് അല്ലെ. an environmental agency tests a water sample from a river downstream of a sewage treatment plant. നോക്കൂ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൽ എന്തുണ്ടാകും? ഈ കെമിക്കൽസും ന്യൂട്രിയൻസും ധാരാളമായിട്ടുണ്ടാകും അല്ലെ. ഫൈൻസ് ഇറ്റ് ഹാസ് എ വെരി ഹൈ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇതിന്റെ കാരണം എന്താ? ദിസ് റിസൾട്ട് ഇൻഡിക്കേറ്റ്സ് എന്താണ്? ആ വാട്ടർ കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് പൊല്യൂട്ടൻസ്. ഇവയെ ഡീകമ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓക്സിജൻ ധാരാളമായിട്ട് ജീവികൾ ഉപയോഗിച്ച് തീർക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ചോദിച്ച ഏതെങ്കിലും ചോദ്യം ഭയങ്കര ടഫ് ചോദ്യങ്ങളാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ട ഓർമ്മകളുണ്ട്. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, ഈ കൺസെപ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഇതിൽ എന്ത് വേണം? ഇതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 75 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഈ 75 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൺഫ്യൂഷൻസ് ഒന്നുമില്ലാത്ത രീതിയിൽ എന്താണ്? വീക്ക്ലി പ്ലാനുകളിൽ നമ്മൾ എന്ത് നടത്തുന്നുണ്ട്? ടെസ്റ്റുകൾ. നിങ്ങളുടെ കൺഫ്യൂഷൻസ് തീരാൻ നിങ്ങൾ ടെസ്റ്റുകൾ എടുക്കണം. വേറെ ഒരു മാർഗവുമില്ല. പഠിക്കുന്നു, കുറെ വായിക്കുന്നു. ടെസ്റ്റുകൾ എടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തീർക്കാൻ പറ്റുകയുള്ളൂ. ഓൾസോ സിലബസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോക്കൂ, ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് തരുന്ന സമയത്ത് കുറച്ച് പഠിച്ചു തുടങ്ങുന്നു. നിങ്ങൾ ഹിസ്റ്ററി കുറച്ച് പഠിക്കുമ്പോഴേക്കും ടെൻഷനായി, പൊളിറ്റി തീരുമോ, ഇനി തീരാതിരിക്കുമോ, അല്ലെങ്കിൽ സയൻസ് തീരാതിരിക്കുമോ, സ്പെഷ്യൽ ടോപ്പിക് തീർക്കണ്ടേ? ഈ കൺഫ്യൂഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പല ഭാഗങ്ങളും അവസാനം പഠിക്കാതെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാണ്ട് എക്സാം ഹോളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലേക്ക് പോവുക. എന്ത് നിങ്ങൾക്ക് സാധിക്കും? നിങ്ങൾക്ക് അറിയാം, ഇന്ന് ഞാൻ പൊളിറ്റി പഠിച്ചില്ലെങ്കിലും ഒരു 30-ാം ദിവസം പൊളിറ്റി ഞാൻ കവർ ചെയ്യും, അല്ലെങ്കിൽ 35-ാം ദിവസം അടുത്ത പൊളിറ്റി കവർ ചെയ്യും. അങ്ങനെ 75 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ കവർ ചെയ്തിരിക്കും എന്നൊരു കോൺഫിഡൻസ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇത് പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിക്കാനുള്ള ഒരു ധൈര്യം കിട്ടും നിങ്ങൾക്ക്. മനസ്സിലായോ? അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വീക്ക്ലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീക്ക്ലി സിലബസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വീക്ക്ലി ടൈം ടേബിൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീക്ക്ലി ഒരു തിരക്കുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ, ഫ്ലെക്സിബിൾ ആയിട്ട് ഈ പ്ലാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ദെൻ സ്പെഷ്യൽ ടോപ്പിക്സ് ആർ കവേർഡ്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെതായിട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ ചേർക്കാൻ നിന്നതായിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കഴിഞ്ഞ തവണത്തെ സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ തന്നു തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തു. കഴിഞ്ഞ തവണ നമ്മൾ ചേർക്കാൻ നിന്നതായിരുന്നു, പക്ഷെ കുട്ടികളുടെ അഭിപ്രായം കൂടി എടുക്കാമെന്ന് തീരുമാനിച്ചതായിരുന്നു. ചെയ്തിട്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിട്ടായിരുന്നത്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് പ്രൊവൈഡിങ് ദ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക് ഓൾസോ വിത്ത് കമ്പനി ബോർഡിന്റെ. ഇത് രണ്ടും തീർച്ചയായും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മൾ ഇനീഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ യൂട്യൂബിലും തരാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിസ് ഈസ് ഗോയിങ് ടു ബി എൻ എക്സ്ക്ലൂസീവ് പ്ലാൻ. ഇത്രയധികം പണിയെടുത്ത് നമ്മൾ തരുന്ന ഒരു പ്ലാൻ ആണ്. അത് തീർച്ചയായും നമ്മളെ വിശ്വസിച്ച് ഫീസ് അടച്ച് നമ്മളോടൊപ്പം ചേരുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്ലാൻ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ കൂടെ കൂടണം, നമ്മളുടെ മെറ്റീരിയലുകളും മറ്റു കാര്യങ്ങളും പ്ലാനുകളും കണ്ട് നമ്മളെ ഒരു വിശ്വാസം വന്നിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം? 3 കോഴ്സുകളാണുള്ളത്. ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഇൻഡിവിജ്വൽ കോഴ്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഇൻഡിവിജ്വൽ കോഴ്സ്. ഈ 2 മെയിൻസ് കോഴ്സ് എടുത്ത കുട്ടികൾക്ക് എന്ത് അവൈലബിൾ ആക്കും? സ്റ്റഡി പ്ലാനും ടെസ്റ്റുകളും സ്പെഷ്യൽ ടോപ്പിക്കും മറ്റു കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. പക്ഷേ അതാത് സ്പെഷ്യൽ ടോപ്പിക്കുകളെ കിട്ടുകയുള്ളൂ. ഇനി അല്ല, കോംബോ ബാച്ച് ആണ് ഇത്. 2499 ആയിരിക്കും ഇതിന്റെ ഫീസ്.
ഇനി കോംബോ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, കോംബോ ബാച്ച് എടുക്കാം. അത് 2999 ആയിരിക്കും അതിന്റെ എന്ത് വരുന്നത്, ഫീസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഫീസ് സ്ട്രക്ചർ. നിങ്ങളുടെ എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. നമ്പറും വാട്സപ്പിന്റെ ലിങ്കും എല്ലാ കാര്യങ്ങളും നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു 3 ദിവസം 4 ദിവസത്തിനപ്പുറം നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കാൻ പോവുകയാണ്. മടിച്ചിരിക്കാതെ വളരെ ഗംഭീരമായിട്ട് പഠിച്ചു തീർക്കാനുള്ള ഒരു എനർജിയോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, നമ്മോടൊപ്പം നിങ്ങൾക്ക് കൂടാം. നമുക്ക് ഇത്തവണത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയത്നം എന്ത് ചെയ്യാം, നമുക്ക് ഒന്നിച്ച് നടത്താൻ ശ്രമിക്കാം. താങ്ക് യു എവരിവൺ ഫോർ ലിസണിങ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.